ഹായ് ഓൾ. നമ്മുടെ മക്കൾ സ്കൂളിലൊരു സബ്ജക്റ്റിൽ ഫെയിലായി അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ടീച്ചേഴ്സിന് മാത്രമാണോ റെസ്പോൺസിബിലിറ്റി, അതോ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടൊരു പോസ്റ്റാണ്. ഞാനൊരു അമ്മയാണ്, 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇതായിരിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുട്ടി സ്കൂളിൽ ചെല്ലുന്നു, പഠിക്കുന്നു, അവർക്ക് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളാണ്, വ്യത്യസ്തമായ IQ ലെവലാണുള്ളത്. ചിലപ്പോൾ ഒരു കുട്ടി സബ്ജക്റ്റിന് ഫെയിൽ ആയേക്കാം. ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ആ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ടീച്ചർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കരുതാം. പക്ഷേ 2-3 പേര് മാത്രമാണ് ആ ഒരു സബ്ജക്റ്റിന് ഫെയിൽ ആയെങ്കിൽ നമുക്ക് പ്രൈമറിലി ഒരിക്കലും ആ ഒരു ടീച്ചറെ കുറ്റം പറയാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ അവരെ ബ്ലെയിം ചെയ്യാതെ അതിന് പകരം എന്താണ് നമ്മുടെ കുട്ടികൾ ആ ഒരു വിഷയത്തിൽ ഫെയിൽ ആവാനുള്ള കാരണം എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എങ്ങനെയാണ് ഒരു കുട്ടി ഒരു സബ്ജക്റ്റിന് തോൽക്കുമ്പോൾ അതിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്, അല്ലേ? കാരണം ചിലപ്പം ആ കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടോ വീട്ടിൽ, എന്താണ് ആ കുട്ടിയുടെ പേഴ്സണൽ പ്രശ്നം, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രതികരിക്കാനായിട്ട്. അപ്പം ബ്ലൈൻഡ്ലി നമുക്ക് ഒരിക്കലും ടീച്ചേഴ്സിനെ മാത്രം ഒരു പ്രതിക്കൂട്ടിൽ നിർത്താനായിട്ട് കഴിയില്ല. എന്തുകൊണ്ട് നമ്മുടെ മകനോ മകൾക്കോ ആ ഒരു വിഷയത്തിൽ പാസ്സാവാൻ പറ്റുന്നില്ല? നിങ്ങൾ ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ടോ, മോളെ എന്താണ് നിന്റെ പ്രശ്നം, മോനെ എന്താണ് നിന്റെ പ്രശ്നം, എന്തുകൊണ്ട് എൻ്റെ മോന് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഒരു പാരന്റ് തന്നെയാണ്. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ അല്ലെങ്കിൽ അതായത് സബ്ജക്ട് ടീച്ചേഴ്സിൻ്റെയോ ഹെൽപ്പ് തേടാം. എൻ്റെ മോന് ഇന്ന പ്രശ്നമുള്ളത് കൊണ്ടാണ് അവൻ അതിനകത്ത് കയറി വരാൻ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മിസ്സ് പറയുന്നവന് മനസ്സിലാവുന്നില്ല, അവന് കുറച്ചും കൂടെ ഒരു ശ്രദ്ധ വേണം. എന്താണ് ആ കുട്ടിക്ക് ആവശ്യം, അത് നമുക്ക് ക്ലാസ് ടീച്ചറായിട്ട് പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഡീൽ ചെയ്യുന്ന ടീച്ചേഴ്സിനോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാതെ ബ്ലൈൻഡ്ലി ഒരു കുട്ടിക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് അത് പഠിപ്പിക്കുന്ന ടീച്ചറെ മാത്രം നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. നമുക്കും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ. അപ്പം പലരും പറയും, മക്കൾ ഇത്രയും നേരം സ്കൂളിൽ ചെലവഴിക്കുന്നതല്ലേ, ടീച്ചർമാർക്ക് ശ്രദ്ധിച്ചൂടെ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടിലുള്ള 2 പിള്ളേരെ നോക്കാനും പഠിപ്പിക്കാനും നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ 40-50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് 40-50 കുട്ടികൾ അടങ്ങുന്ന ഒരു ക്ലാസ്സിനെയാണ് ഒരു ടീച്ചർ മാനേജ് ചെയ്യുന്നത്. അതിൽ ഒരു ടീച്ചർക്ക് ഒരു സബ്ജക്റ്റ് എടുക്കാൻ കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ 40 to 45 മിനിറ്റ്സ് ആണ്. ഈ 40 to 45 മിനിറ്റ്സിലാണ് അവരുടെ സിലബസ് അവർ ഈ 40-50 കുട്ടികൾക്ക് കവർ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് എല്ലാവരുടെയും ഒരുപോലെ എത്താൻ കഴിഞ്ഞിരിക്കില്ല. അവിടെയാണ് നമ്മുടെ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി. നമ്മളെ മക്കളെ സഹായിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അപ്പം നമ്മുടെ മക്കൾ എക്സാമിന് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാർ നമ്മൾ കൂടിയാണ്. അവരെ പഠിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, പഠിക്കാനുള്ള നല്ലൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. അവർക്ക് മാർക്ക് കുറയുമ്പം എന്താണ് അതിൻ്റെ റീസൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലാതെ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പിള്ളേരെ വഴക്ക് പറയല്ല ചെയ്യേണ്ടത്. മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതായത് ടീച്ചേഴ്സിനെ നമ്മൾ വഴക്ക് പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ റീസൺ എന്ന് കണ്ടുപിടിക്കാനായിട്ട് കൂടെ ശ്രമിക്കുക. ഇത് എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. താങ്ക്